പാർട്ട് 1 എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നീട് ഏറെക്കുറെ രഹസ്യ സ്വഭാവത്തിൽ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുകയും പുറത്തുവിട്ട പ്രൊമോയിൽ കണ്ടന്റ് എല്ലാം സിനിമയുടെ മൂലകഥയുമായി ഒരു ബന്ധമില്ലാത്തതായി തീരുകയും ചെയ്തു. നിർമ്മാതാവ് തന്നെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് അവസാനം ഇറക്കിയ ടീസർ പോലുമെന്ന്. റിയാലിറ്റിയിൽ ലിസ്റ്റിൻ സ്റ്റീഫന് ഇത് അറിവുണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു. അതായത് ഇത് നിഷാദ് കോയയുടെ സിനിമയാണെന്ന് ഒരു തരത്തിലും റിലീസിന് മുമ്പ് ആർക്കും പിടികൊടുക്കാത്ത രീതിയിലാണ് ഒരുക്കുക എന്നതായിരുന്നു ഡിജോയുടെ ഉദ്ദേശം. ഒരേ സമയം നിർമ്മാതാവിനെയും നായകനെയും മറ്റൊരു എഴുത്തുകാരനെയും തേച്ചൊട്ടിച്ചു വിട്ടു. മറ്റൊരുത്തൻ്റെ കഥ അടിച്ചുമാറ്റി പടം ചെയ്ത് പോരാഞ്ഞിട്ട് അത് വന്ന് പറഞ്ഞ അയാളെ കരിവാരി തേച്ച് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ഡിജോയെയും ഷാരിസിനെയും പോലുള്ള സഹോദരന്മാരോട് നിനക്കൊക്കെ സിനിമയിലെ ഡയലോഗ് പോലെ തന്നെയാണ് പറയാനുള്ളത്. പറയാൻ കയ്യിലൊരു കഥയില്ലെങ്കിൽ സിനിമയെ കൂട്ടിക്കൊടുക്കുകയല്ല വേണ്ടത്. ഇതും കൂടെ ആയപ്പോൾ ഡിജോയ്ക്കെതിരെയുള്ള മൂന്നാമത്തെ കഥമോഷണ ആരോപണമാണിത്. ആകെ ഇദ്ദേഹം 3 പടങ്ങളേ ചെയ്തിട്ടുമുള്ളൂ.